കോഴിക്കോട് NCPയിലെ പ്രശ്നങ്ങൾ തുടരുകയാണ്. LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് മുന്നണിക്ക് ദോഷം വരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് NCP സംസ്ഥാന സെക്രട്ടറി PP രാമകൃഷ്ണൻ പരാതിപ്പെടുന്നു. 16 വിളിച്ച യോഗം മാറ്റിവെക്കണമെന്നും ആവശ്യമുയർന്നു. ഈ മീറ്റിംഗ് ഇങ്ങനെ ഒരു വാട്സപ്പിൽ കൂടെ വന്നതാണ്, ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്നുള്ളത്. അത് മുക്കം മുഹമ്മദാണ് എന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ പറയുന്നത് എന്തായാലും KTM കോയ എന്ന് പറഞ്ഞൊരു ഭാരവാഹിയാണ് ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ഇത് തികച്ചും അപലപനീയമാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ 3 ആളുകളെ, സുരേഷ് ബാബു, അതുപോലെ ശശീന്ദ്രൻ മിനിസ്റ്റർ, അതുപോലെ മുക്കം മുഹമ്മദ്, 3 ആളുകളെ പേരാണ് മേലോട്ട് പോയിരിക്കുന്നത്. അത് എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥിയാകുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് LDFനെ ജയിപ്പിക്കേണ്ട ആളുകൾ ഇങ്ങനെ പ്രത്യേകിച്ച് യോഗം വിളിക്കുമ്പോൾ അതിനെ എതിർക്കണമല്ലോ. അങ്ങനെ യോഗം വിളിക്കാൻ പാടില്ലല്ലോ. ദീപക് ധർമ്മടം വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. പറയൂ ദീപക്. NCPയിലെ തർക്കങ്ങൾ തുടരുകയാണ്, പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, എലത്തൂർ സീറ്റുമായി ബന്ധപ്പെട്ട് 3 പേരുടെ പേരുകൾ ഇവിടെ നിന്നും അയക്കാനാണ് തീരുമാനമായത്. അത് ഒന്ന് സിറ്റിംഗ് MLA ആയ മന്ത്രി AK ശശീന്ദ്രൻ, മറ്റൊന്ന് മുതിർന്ന നേതാവ് PM സുരേഷ് ബാബു, മറ്റൊന്ന് ഇപ്പോൾ ഈ വിവാദങ്ങൾക്കെല്ലാം ഇടയാക്കിയിരിക്കുന്ന ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് ആണെങ്കിൽ ശശീന്ദ്രൻ മാറുക, താൻ സ്ഥാനാർത്ഥിയാവുക എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനിടയിലാണ് 16-ാം തീയതി ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. ആ യോഗം തന്നെ സംഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി, NCPയുടെ സംസ്ഥാന സെക്രട്ടറി PP രാമകൃഷ്ണൻ ഇപ്പോൾ 24നോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതിൽ പറയുന്നൊരു കാര്യം, ഇടതുമുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട, അതായത് LDF കൺവീനർ സ്ഥാനം കോഴിക്കോട് ജില്ലയിൽ NCPക്കാണ്. NCPയുടെ ജില്ലാ പ്രസിഡന്റാണ് കോഴിക്കോട് ജില്ലാ LDF കൺവീനർ ആയി പ്രവർത്തിക്കുന്നത് മുക്കം മുഹമ്മദാണ്. അദ്ദേഹം തന്നെ ഇങ്ങനെ വിഭാഗീയമായ യോഗങ്ങൾ നടത്തുന്നു. മാത്രവുമല്ല, ഒരു പ്രമേയം അവതരിപ്പിക്കാത്തൊരു പ്രമേയം പാസാക്കി എന്ന് പറയുന്നു. അങ്ങനെ വിഭാഗീയമായി ഈ സർക്കാരിലെ തന്നെ ഒരു മന്ത്രിക്കെതിരെ പ്രവർത്തിക്കുന്നു. അതുപോലെ പൊതുവിൽ ഇടതുമുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആൾ ഇത്തരത്തിൽ പ്രവർത്തിക്കരുത് എന്ന നിലപാടുമായാണ് എത്തിയിരിക്കുന്നത്. നമ്മളെന്നാൽ മുക്കം ക്യാമ്പുമായി ബന്ധപ്പെട്ടപ്പോൾ മുക്കം ക്യാമ്പ് ശശീന്ദ്രൻ മാറുക, അതുപോലെ NCP സ്ഥാനാർത്ഥിയായി മുക്കം മുഹമ്മദ് വരണമെന്ന നിലപാടിലാണ്. ഏതായാലും ഇന്ന് സുപ്രിയയുമായി ചില കൂടിക്കാഴ്ചകൾ അവിടെ നടക്കുന്നു, ഡൽഹിയിലും മുംബൈയിലുമൊക്കെയായി നടക്കുന്നുണ്ട് എന്നുള്ള വിവരമുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക ഉടനെ തന്നെ പുറത്തു വരും. പക്ഷേ അതുവരെ ഈ തർക്കങ്ങൾ തുടരുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.